തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ചികിത്സ വൈകിയതിനെ തുടർന്ന് വൃദ്ധ മരിച്ചതായാണ് ആരോപണം. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച രോഗിക്ക് 12 മണിക്കൂറോളം ചികിത്സ നൽകിയില്ലെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ആരോപണം വിശദമായി അന്വേഷിക്കണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA ആവശ്യപ്പെട്ടു. കുളത്തൂർ സ്വദേശി ഗിരിജാകുമാരിയാണ് മരിച്ചത്. നെഞ്ചുവേദനയെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗിരിജ ശനിയാഴ്ച പുലർച്ചെയോടെ മരണപ്പെടുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്ന രോഗിയെ ICUവിൽ പ്രവേശിപ്പിക്കുന്നതിന് പകരം വാർഡിലേക്ക് മാറ്റിയെന്നാണ് ആരോപണം. എൻ്റെ അമ്മയ്ക്ക് 1:30-2 മണി കഴിഞ്ഞതിന് ശേഷം നെഞ്ചുവേദന കൂടുതലാവുകയും വെളുപ്പിന് 5 മണിക്ക് ICUവിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുക്കുകയും ചെയ്തു. അവിടെ കൊണ്ടുചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പറയുകയാണ് അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അതോടെ എൻ്റെ അമ്മ പോയി. വിലപ്പെട്ട മണിക്കൂറുകൾ രോഗി ചിലവഴിച്ചത് 14-ാം വാർഡിൽ. ഗിരിജയെ പിന്നീട് ICUവിൽ പ്രവേശിപ്പിച്ചെങ്കിലും അധികം വൈകാതെ മരണം സംഭവിച്ചു. അവരങ്ങ് കാഷ്വാലിറ്റി കയറ്റിയിട്ട് അവരൊരു ഇഞ്ചക്ഷനും കൊടുത്തിട്ട് അവർ അടുത്ത് ചെയ്തെന്താണെന്നറിയാം, നേരെ 14-ാമത്തെ വാർഡിൽ പോസ്റ്റ് ചെയ്തു. ആ പേഷ്യൻ്റ് ഇത്രയും ബഹളത്തിൽ കിടക്കുന്ന പേഷ്യൻ്റ് ഒരു ICU കൊണ്ടുപോകാതെ 14-ാമത്തെ വാർഡിലാണ് കൊണ്ടുപോയത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ ഉചിതമായ നടപടി വേണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നിശ്ചയമായിട്ടും പരിശോധിക്കും. പരാതി വന്നാൽ ആ പരാതി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് കൈമാറും. അതിന് തുടർച്ചയായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും, ഉചിതമായിട്ടുള്ള നടപടികളുണ്ടാവും. അതേസമയം ആരോപണത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.